കിൽ ഈ പടം കണ്ടിട്ട് 2-3 ദിവസമായി. പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഞങ്ങളിവിടെ 2-3 ദിവസമായിട്ട് കറണ്ട് ഇല്ല, നോൺ സ്റ്റോപ്പ് മഴ, അങ്ങനെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം വീഡിയോ ചെയ്യാൻ വൈകിയതാണ്. നിഖിൽ നാഗേഷ് ഭട്ട് സംവിധാനം ചെയ്ത് ലക്ഷ്യ, രാഘവ് ജുയൽ, താനിയ മനിക്ടാല തുടങ്ങിയവർ അഭിനയിച്ച കിൽ എന്ന ഹിന്ദി ആക്ഷൻ ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ഒരു പക്ക സീറ്റഡ് വയലന്റ് ആക്ഷൻ ത്രില്ലറാണ് കില്ല്. വളരെ വയലന്റ് ആയിട്ടുള്ള, ബ്രൂട്ടൽ ആയിട്ടുള്ള, നിറയെ ബ്ലഡ് ഷെഡിങ് സീനുകളുള്ള ഒരു കിടിലൻ ആക്ഷൻ പടം. ഈ അടുത്ത കാലത്തൊന്നും ഒരു ആക്ഷൻ പടം കണ്ടിട്ട് ഇത്രയും സംതൃപ്തി ലഭിച്ചിട്ടില്ല എന്ന് പറയാം, ഇൻക്ലൂഡിംഗ് വേൾഡ് സിനിമ. വില്ലനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലന്മാരെ ഇങ്ങനെ തല്ലുന്നത് കണ്ടിട്ട് ഇത്രയധികം സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടില്ല. അത്രയ്ക്കും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള കുറെ കില്ലിംഗ് സീൻസ് ഉള്ള ഒരു ആക്ഷൻ പടം. അന്യായം എന്ന് തന്നെ പറയാം. ആർമി കമാൻഡോ ആയിട്ടുള്ള അമൃതും സുഹൃത്ത് വീരേഷും കൂടി ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരു ട്രെയിനിൽ കയറുന്നത് തുടർന്ന് നടക്കുന്ന ഭീകര സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യവും പടത്തിലില്ല. തുടക്കത്തിൽ എന്തിനാണ് ഇവർ ഈ ട്രെയിൻ യാത്ര നടത്തുന്നത് എന്നുള്ള ഒരു കാരണം മാത്രം കാണിച്ചിട്ട് പിന്നെ പടം ട്രാക്കിലേക്ക് അങ്ങോട്ട് വരും. പിന്നെ അന്യായ ഇടിയും കൊലയും മാത്രം. ചുമ്മാ അങ്ങനെ അടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അടിയോ അല്ലെങ്കിൽ നായകന് മാസ് കാണിക്കാൻ വേണ്ടിയുള്ള ആക്ഷനോ ഒന്നുമല്ല. അതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഇവന്മാരെ അങ്ങ് അടിച്ചു കൊല്ലാൻ തോന്നും. അമ്മാതിരി എന്താ പറയാ, അഡ്രിനൽ റഷ് സമ്മാനിക്കുന്ന പടമാണ്. അതിന്റെ കാരണമായിട്ട് പറയാനുള്ളത് കഥാപാത്രങ്ങളുമായിട്ട് ഇമോഷണലി നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു റീസൺ. അത് തന്നെ വലിയൊരു പോസിറ്റീവ് ആണ് കേട്ടോ. ഇതിലെ നായകനായിട്ട് അഭിനയിച്ച ലക്ഷ്യയുടെ ആദ്യത്തെ സിനിമയാണെന്നാണ് കേട്ടത്. പിന്നെ ഏതോ ചില സീരീസിലൊക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല ഭാവിയുള്ള നടനാണ്. ഇപ്പോൾ ലുക്കും ബോഡി ലാംഗ്വേജ് എല്ലാം കൊണ്ടും കിടുവായിരുന്നു. കിടുക്കാച്ചി ആക്ഷൻ തന്നെയായിരുന്നു പുള്ളി. ബട്ട് നായകന് അനാവശ്യമായിട്ടുള്ള ഒരു സ്ലോ മോഷനോ അല്ലെങ്കിൽ മാസ് സീനോ അങ്ങനെയൊന്നുമില്ല. അടിയാണെങ്കിൽ പോലും റിയലിസ്റ്റിക് ആണ്. അവനും ഇഷ്ടം പോലെ അടി കൊള്ളുന്നുണ്ട്. ചാകുന്ന പരുവം വരെ ആവുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെ തോന്നും ഇവർ ഈ ആർമി ഓഫീസർമാരൊക്കെ ആയിട്ട് ഇമാതിരി തല്ലുകൊള്ളാൻ വേണ്ടിയാണോ വന്നതെന്ന്. അത്രയ്ക്കും പലയിടത്തും പുള്ളി വീക്ക് ആവുന്നുണ്ട്. പക്ഷേ അതൊക്കെ തന്നെയാണ് ഈ പടത്തിന്റെ മികവ്, അതിന്റെ സ്ക്രിപ്റ്റിന്റെ മികവെന്ന് പറയാം. ഒരു റിയലിസ്റ്റിക് അപ്രോച്ച് ആയിരുന്നു ആക്ഷൻ സീനുകൾക്ക് പോലും. വില്ലന്മാരെ കട്ട സ്ട്രോങ് ആണ് എന്നുള്ളതാണ് മറ്റൊരു മെയിൻ പോസിറ്റീവ്. ഇപ്പോൾ മെയിൻ വില്ലനായിട്ട് വന്ന ഫെനി എന്ന കഥാപാത്രമായിട്ട് വന്ന രാഘവ് ജോയൽ എന്ന നടൻ, ആ മുതലും വേറൊരു ഐറ്റം തന്നെയായിരുന്നു. ശരിക്കും ഒരു സുന്ദര കാലമാടൻ എന്ന് പറയാം. പക്ഷേ അവനെ കൊണ്ട് പോലും നായകനെ നീ മനുഷ്യനല്ല മോൺസ്റ്റർ ആണെന്ന് പറയിപ്പിക്കുന്ന വിധം ദ ഹണ്ടർ ബിക്കെയിംസ് ദ ഹണ്ടഡ് ആയി മാറുന്ന ആ ഒരു അവസ്ഥ, അത് സ്ക്രിപ്റ്റിന്റെ ബ്യൂട്ടിയാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ് ആൻഡ് സച്ച് എ വെൽ എക്സിക്യൂട്ടഡ് മൂവി. നായിക താനിയ മനിക്ടാലയും വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വളരെ ഇമ്പാക്റ്റ് ഉള്ള ഒരു ക്യാരക്ടറും അതുപോലെ നല്ല പെർഫോമൻസും ആയിരുന്നു. ആശിഷ് വിദ്യാർത്ഥി ഉൾപ്പെടെ വേറെ കുറച്ച് താരങ്ങൾ കൂടി പടത്തിലുണ്ട്. ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള പടം കൂടിയാണ്. ആദ്യം തന്നെ എടുത്തു പറയേണ്ട പടത്തിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രഫിയാണ്. അന്യായ ഋതമാണ് കേട്ടോ ഇതിന്റെ സ്റ്റണ്ടിനുള്ളത്. ട്രെയിനിനുള്ളിലെ ഒരു ചുരുങ്ങിയ സ്പേസിനുള്ളിൽ, അതും നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പരിമിതികളും സാധ്യതകളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലൊരു ആക്ഷൻ ഐറ്റം ഉണ്ടാക്കിയതിന് ഹാറ്റ്സ് ഓഫ്. ഇപ്പൊ ഈ ആനിമൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ ചുമ്മാ ചുമല വെള്ളം തെറിപ്പിച്ചിട്ട് അത് വയലന്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് കണ്ടാൽ ഫേക്ക് ആണെന്ന് തോന്നുന്ന ടൈപ്പ് വയലൻസ് അല്ല. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വയലന്റ് ആക്ഷൻ സീനുകളാണ് പടത്തിലുള്ളത്. ഒരു സിലിണ്ടർ ഒക്കെ കൊണ്ട് അടിച്ച് പൊളിക്കുന്നത് സീനൊക്കെ ഉണ്ട്. അതുപോലെ ഇന്റർവെല്ലിനോട് എടുക്കുമ്പോൾ കുറച്ച് സീനുകൾ, ടൈറ്റിൽ വരുന്ന ഭാഗങ്ങളൊക്കെ ചില സീന്, ചില അടി, ചില ബ്രൂട്ടൽ രംഗങ്ങൾ, അതായത് ഹെവി കില്ലിങ് സീൻസ് ഒക്കെ കണ്ടിട്ട് തിയേറ്ററിൽ ഇമാതിരി കയ്യടി ഹർഷാരവമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. റാഫി മുഹമ്മദിന്റെ ക്യാമറയും ശിവകുമാർ പണിക്കരുടെ എഡിറ്റിംഗും പൊളിയാണ്. ഇതിന്റെ കളർ ഗ്രേഡിംഗ് അതുപോലെ സൗണ്ട് ഡിസൈൻ ഒക്കെ എടുത്തു തന്നെ പറയണം. അനാവശ്യമായിട്ടുള്ള പാട്ടുകളൊന്നും പടത്തിലില്ല. മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഒരു ഹൈ ഒക്ടെയിൻ ആക്ഷൻ മൂവിക്ക് പക്കാ മാച്ചായിരുന്നു. പിന്നെ പ്രൊഡക്ഷൻ ഡിസൈൻ, ട്രെയിൻ സെറ്റ് ഇട്ടതാണെങ്കിലും ഒറിജിനൽ ആണെങ്കിലും പൊളിയായിരുന്നു. പടം ഇപ്പോൾ ജോൺ വിക്കിന്റെ നിർമ്മാതാക്കൾ ഇംഗ്ലീഷിലേക്ക് റീമേക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ ഒക്കെ ആയിട്ട് വരുന്ന ആ ഒരു കഥ ഹോളിവുഡിൽ എങ്ങനെ അവർക്ക് കൺവിൻസിംഗ് ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. ചുരുക്കത്തിൽ ആക്ഷൻ ജോണറിനെ തന്നെ റീഡിസൈൻ ചെയ്ത ഒരു ഹിന്ദി ആക്ഷൻ പടമാണ് കിൽ. ദിസ് ഇസ് എ മസ്റ്റ് വാച്ച് ആൻഡ് എ ബ്രില്യന്റ് മൂവി, വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ഷൻ ത്രില്ലർ എവർ മെയ്ഡ് എന്ന് ഞാൻ പറയും. ഞാനിത് ചുമ്മാ തള്ളി പറയുന്നതല്ല, കണ്ടവർക്ക്, പടം കണ്ടിട്ടുള്ളവർക്ക് നന്നായിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അജാതി പടമാണ്. പക്ഷേ ഇതൊന്നും വലിയ വിജയമാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. തിയേറ്ററിൽ ആൾ കുറവായിരുന്നു. സോ തിയേറ്ററിൽ നിന്ന് പടം പോകുന്നതിന് മുമ്പ് നിങ്ങൾ പടം തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിക്കുക. പിന്നെ ഇതൊരു 18+ മൂവിയാണ് കേട്ടോ. നിങ്ങൾ ഫാമിലിയോടെ അല്ലെങ്കിൽ പിള്ളേരൊക്കെ കൂട്ടി ഈ പടം കാണാൻ പോകരുത്. മനക്കെട്ടി ഇല്ലാത്തവരും ഈ പടം കാണരുത്. അമ്മാതിരി ബ്രൂട്ടൽ ആൻഡ് വയലന്റ് ആക്ഷൻ രംഗങ്ങൾ, എസ്പെഷ്യലി കില്ലിംഗ് സീൻസുകളൊക്കെ പടത്തിലുണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം ഈ പടം കാണാൻ പോകാനായിട്ട്. സോ ആകെ മൊത്തത്തിൽ മോനെ ഇത് കില്ലല്ല, കില്ലാടിയാണ്. അപ്പം ശരി എന്നാൽ.